Okay, we will discuss the same architecture which we are discussing in the previous class. Okay, ഞാൻ ഇന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, if it asks for 10 mark, how to answer this question. ഓക്കെ, കാരണം ഇത്ര ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബട്ട് എങ്ങനെയാണ് ഒരു 10 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ in that question paper they will be asking we need diagram or architecture, explain the working of GSM, or directly they can ask explain GSM architecture. So the first you have to do is that you have to tell like the GSM architecture is mainly divided into 3 subsystems. Okay, that is the first point. One is base station subsystem, network and switching subsystem, operations and support subsystem. ഇത് എഴുതി തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ ആ പേര് നമുക്ക് ഓർമ്മയിൽ വെക്കില്ല. And if required you can write fourth one as mobile station, else you can use this sentence, mobile station sometimes included in BSS. അങ്ങനെ നിങ്ങൾക്ക് അത് കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നെങ്കിൽ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്സിസ്റ്റം ആയിട്ട് നമുക്ക് എഴുതാം, മൊബൈൽ സ്റ്റേഷൻ. ഇനി ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, മൊബൈൽ സ്റ്റേഷൻ. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സബ്സിസ്റ്റം. Then this is second one, that is base station subsystem. Network and switching subsystem is third one, and fourth one is operations and support subsystem. Okay, അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. പിന്നെ ഈ ഡയഗ്രാം വരക്കണം, ഈ ആർക്കിടെക്ചർ ഡയഗ്രാം വരക്കണം. അപ്പോൾ ഡയഗ്രത്തിലുള്ളത് ഫസ്റ്റ് ഇറ്റ് ഈസ് മൊബൈൽ സ്റ്റേഷൻ. ഓക്കെ, ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ദെൻ ഇതാണ് ഒരു ബ്ലോക്ക് അല്ലേ, ഇവിടെ ഒരു ഡോട്ടഡ് ലൈന് വരയ്ക്കുക. Sorry, dotted line. So it is mobile station, MS. So this is mobile station. So you can write here also mobile equipment plus SIM. ഓക്കെ, ഇത്രയും കണ്ടു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ക്ലിയർ ആയി എന്നുള്ളത് മനസ്സിലായി. സോ മൊബൈൽ സ്റ്റേഷൻ ഈസ് നത്തിങ് ബട്ട് mobile equipment plus SIM, subscriber identity module. So that is the first part. So here it is first part. Then second part is base station subsystem. So in base station subsystem now you have BSC and BTS. നമ്മൾ ഇന്നലെ പറഞ്ഞ എക്സ്പ്ലനേഷൻ നമ്മൾ MS ഉം അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരുന്നു. നമ്മളിതിപ്പോൾ സെപ്പറേറ്റ് ചെയ്തു. നമ്മൾ ഇനി അങ്ങനെയാണ് പഠിക്കുന്നത്, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. So in base station subsystem, that is the second subsystem in GSM architecture, we have BTS and BSC. Okay, so BTS is there, BSC is there. What is the expansion for BTS? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ബേസ് ട്രാൻസീവർ സിസ്റ്റം അല്ലേ, ബേസ് ട്രാൻസീവർ, ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ്, അതാണ് ട്രാൻസീവർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷൻ. ദെൻ ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എഴുതാൻ പോകുന്നത് ഫസ്റ്റ്, ഓക്കെ, അതാണ് ആദ്യത്തെ 2 ബ്ലോക്ക്. ഫസ്റ്റ് നമുക്ക് എഴുതാം മൊബൈൽ എക്യുപ്മെന്റ് എന്താണ്. സോ ദെൻ ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഈസ് മൊബൈൽ സ്റ്റേഷൻ, സെക്കൻഡ് ഈസ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം, ആൻഡ് തേർഡ് വൺ ഈസ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ഓർ NSS. And if you look at this block diagram, you can see that in this one more subsystem is there. ഈ ഒരു സബ്സിസ്റ്റം തന്നെ ഇവർ കാണിച്ചിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് സപ്പോർട്ട് സബ്സിസ്റ്റം OSS. സോ ഇത് ഒരു ലൈനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, ഈ തേർഡ് എന്ന് പറയുന്ന സബ്സിസ്റ്റത്തിൽ ഡയഗ്രാം വി ഹാവ് 2 subsystem. First one is network switching subsystem. That means it includes MSC, HLR, VLR, AUC. Then yesterday we have learned about EIR. ഇതൊക്കെ ഉള്ളത് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ആണ്. ആൻഡ് ഫൈനലി വി ഹാവ് ദ ഫോർത്ത് സബ്സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സപ്പോർട്ട് സബ്സിസ്റ്റം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സപ്പോർട്ട് സബ്സിസ്റ്റം. ദാറ്റ് ഇസ് there are 2 components for that. That also we will discuss later. പബ്ലിക് നെറ്റ്വർക്ക് ഈസ് നോട്ട് എ സബ്സിസ്റ്റം. നമ്മൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയാണ് GSMന്റെ പാർട്ട് വരിക. ഇത് പബ്ലിക് നെറ്റ്വർക്കുമായിട്ട് ഇന്റർഫേസ് ചെയ്യുന്നുള്ളൂ എന്നാണ്
അതിൻ്റെ ഇതൊക്കെ പബ്ലിക് നെറ്റ്വർക്കാണ്. അപ്പോൾ പബ്ലിക് നെറ്റ്വർക്കായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നു എന്നുള്ള മീനിങ്ങിലാണ് അതവിടെ വരച്ചിട്ടുള്ളത്. അല്ലോ അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരക്കാൻ പറ്റുമല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ 4 സബ് സിസ്റ്റം ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് മൊബൈൽ സ്റ്റേഷൻ, സെക്കൻഡ് വൺ ഈസ് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം, തേർഡ് വൺ ഈസ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം, ഫോർത്ത് വൺ ഈസ് ഓപ്പറേറ്റിംഗ് സപ്പോർട്ട് സബ് സിസ്റ്റം അല്ലേ? ഇനി ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ഓരോന്നും നമ്മളെ മാർക്ക് ചെയ്തു. 1, 2, 3 ഈ 3യിൽ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സപ്പോർട്ട് സബ് സിസ്റ്റം വരച്ചെന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഔട്ട്സൈഡ് ഓഫ് GSM we are writing PSTN, ISDN and data network. These are all public network for accessing the internet and call. ഓക്കെ, ആ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പബ്ലിക് നെറ്റ്വർക്കുകളാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് 4 ഹെഡിങ് വേണം. വി നീഡ് 4 ഹെഡിങ്. ഫസ്റ്റ് വൺ ഈസ് മൊബൈൽ സ്റ്റേഷൻ. ഓക്കെ, ആ മൊബൈൽ സ്റ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം? മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഹെഡിങ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം? നിങ്ങൾ പറ. മൊബൈൽ എക്യുപ്മെന്റ് അല്ലെ? അപ്പൊ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഹെഡിങ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്ട്, മൊബൈൽ എക്യുപ്മെന്റ് ആൻഡ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മോഡ്യൂൾ. ഓക്കെ, അപ്പോൾ മൊബൈൽ ഈ ഡയഗ്രം ഒന്നും വരക്കണം എന്നില്ല. വേണമെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ വലുതായി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ബാക്കിയുള്ള സെന്റൻസ് ഒന്നും ഇൻവിജിലേറ്റർ വായിച്ച് നോക്കണം എന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ മീനിങ് കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് ഇവിടെ പോവാം. അതിനകത്ത് ഓരോ ബ്ലോക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് മൊബൈൽ എക്യുപ്മെന്റ് അല്ലേ? സോ ഈ ഒരു പോയിന്റ് ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ് ഇമ്പോർട്ടൻ്റ്? ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തൊക്കെയാണ് മൊബൈൽ എക്യുപ്മെന്റ്? വെഹിക്കിൾ മൗണ്ടഡ് പോർട്ടബിൾ മൊബൈൽ യൂണിറ്റ്, ഹാൻഡ് പോർട്ടബിൾ യൂണിറ്റ്, ഇതൊക്കെയാണ് മൊബൈൽ എക്യുപ്മെന്റിൽ വരുന്നത്. ആ ഒരു എക്സ്പ്ലനേഷൻ മതി. അതിനുശേഷം സിം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ്സ് എ കാർഡ് വിച്ച് പ്ലഗ് ഇൻ ടു ദ മൊബൈൽ എക്യുപ്മെന്റ്. മൊബൈൽ എക്യുപ്മെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കാർഡാണ് അല്ലേ? ആ കാർഡിന്റെ പർപ്പസ് എന്താ? ദിസ് കാർഡ് ഐഡന്റിഫൈസ് ദ മൊബൈൽ സ്റ്റേഷൻ സബ്സ്ക്രൈബർ ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് അതർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സർവീസ് ദാറ്റ് സബ്സ്ക്രൈബർ ഷുഡ് റിസീവ്. ഓക്കെ, ആ സിം ആണ് നമുക്ക് കോളാണോ ഡാറ്റയാണോ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ആ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്, നമ്മളെ ഡീറ്റെയിൽസും ആ സബ്സ്ക്രൈബറിൻ്റെ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് ഈ സിമ്മിലാണ്. ഓക്കെ, ഇതിന് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. അതൊരു പോയിന്റാണ് അല്ലേ? ഡിഫിക്കൽട്ട് ടു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം എന്താ, ഏതൊരാൾക്കും ഈസി ആയിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ ഒരു 5-6 പോയിന്റ് നമുക്കത് എഴുതാം. അത്രയും എഴുതി കഴിഞ്ഞാൽ ഏത് പാർട്ട് കംപ്ലീറ്റ് ആയി? മൊബൈൽ സ്റ്റേഷൻ. ഓക്കെ, എന്തൊക്കെയായിരുന്നു? മൊബൈൽ സ്റ്റേഷൻ കൺസിസ്റ്റ് ഓഫ് 2 elements. ഫസ്റ്റ് ഈസ് മൊബൈൽ എക്യുപ്മെന്റ്, ദെൻ സെക്കൻഡ് ഈസ് സിം. മൊബൈൽ vehicle mounted mobile equipment or a portable mobile unit അല്ലേ? ഹാൻഡിൽ എന്താ പറയുക, എന്തായിരുന്നു അതിൻ്റെ ഹാൻഡ് പോർട്ടബിൾ യൂണിറ്റ് അല്ലേ? പോർട്ടബിൾ മൊബൈൽ യൂണിറ്റ്, ഹാൻഡ് പോർട്ടബിൾ യൂണിറ്റ്. ഓക്കെ, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം ഓക്കെ, നമുക്ക് പറയാം ഏത് സിമ്മിട്ട് വിളിക്കുമ്പോൾ ഏത് ഡിവൈസും ആവട്ടെ അല്ലേ? മൊബൈൽ ഫോൺ, നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ ഫോൺ എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്താ പറയുക, ഐപാഡ് എന്ന് എഴുതാം. എന്തൊക്കെ നമ്മൾ സിമ്മിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാം. ടാബ്ലറ്റ് എഴുതാം അല്ലേ? അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പം കുറേ എക്യുപ്മെൻറ്റ് സിമ്മിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്ന ഇതുണ്ട്. അതായത് നമ്മളെ ഡോങ്കിൾ എഴുതാം, ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന ഡോങ്കിൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാം. കാരണം അതിലൊക്കെ സിം ഇൻസേർട്ട് ചെയ്തിട്ടാണ് അല്ലേ? നമ്മൾ കേട്ടില്ലേ ജിയോ ഫൈ, ഐഡിയൻ്റെ, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഈ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതൊക്കെ എഴുതി വെച്ചാൽ മതി. വെഹിക്കിൾ മൗണ്ടഡ് പോർട്ടബിൾ മൊബൈൽ യൂണിറ്റ്, ഹാൻഡ് പോർട്ടബിൾ യൂണിറ്റ്, ഇതിലൊക്കെയാണ് നമ്മൾ എന്തൊക്കെ വരുന്നത്? ഇന്റർനെറ്റ് ഡോങ്കിൾ വരുന്നത്, വൈഫൈ അഡാപ്റ്റർ വരുന്നത്. ഓക്കെ, അതേപോലെ മൊബൈൽ ഫോൺ വരുന്നതൊക്കെ ഈ ഒരു യൂണിറ്റിലാണ്. ദെൻ സിമ്മിനെ പറ്റി ഒരു 4-5 സെന്റൻസ്. സോ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മോഡ്യൂൾ. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇതിൽ നമ്മൾ ഇതാണ് നമ്മുടെ എന്താ പറയുക കണക്ഷൻ. ഇതിനൊരു എന്താ പറയുക
ഇത് മൊബൈൽ എക്യുപ്മെന്റിലേക്ക് പ്ലഗ് ചെയ്യുന്നത് ഒരു കാർഡാണ് ഈ സിം എന്ന് പറയാം. ദെൻ എല്ലാ ഡീറ്റെയിൽസും കസ്റ്റമർക്ക് വേണ്ട സബ്സ്ക്രൈബർക്ക് വേണ്ട സർവീസും സബ്സ്ക്രൈബറുടെ ഡീറ്റെയിലും ഈ മൊബൈൽ എക്യുപ്മെന്റിൽ ഉണ്ടാവും. അതായത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇതിൽ പിൻ നമ്പർ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് അതിൻ്റെ അകത്ത് കൊണ്ടുവരും. ഈ ഒരു പാർട്ട് ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് പാർട്ട്. ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ഈസ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. സോ നമുക്ക് നേരത്തെ തുടങ്ങിയ പോലെ തന്നെ പറയാം. ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 elements. One is base transceiver station, then base station controller. So the base BTS communicate with the mobile station. It receives and transmit radio signals. അങ്ങനെ പറയാൻ പറ്റൂലേ? Yes, sir. Okay. And അടുത്ത ഹെഡിങ്, ആ ഒരു പോയിന്റ് മതി. അടുത്ത ഹെഡിങ് BSC എന്താണ്? ഈ ട്രാൻസിവിങ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിങ്ങും റിസീവിങ്ങും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ വർക്ക്. ഓക്കെ. സോ BSC പ്രൊവൈഡ്സ് ദ കൺട്രോൾ ഫോർ BSS. BSലെ കൺട്രോളാണ് BSC. ഓക്കെ. സോ എനി ഓപ്പറേഷണൽ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ BTS വിൽ ബി റിസീവ്ഡ് ബൈ BSC. അപ്പോൾ ഒരു കോൾ വരുമ്പോൾ അത് ഈ ഫ്രീക്വൻസിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്ന് BTSന് കമാൻഡ് കൊടുക്കുന്നത് ആരാ? BSC ആണ് അല്ലേ? വീണ്ടും അതിൻ്റെ കൂടെ വേറൊരു കോൾ വന്നാൽ ഈ ഒരു വേറൊരു ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് കമാൻഡ് കൊടുക്കുന്നത് BSC ആണ്. ഓക്കെ. പിന്നെ BSCയുടെ പർപ്പസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഓഫ്, ലൊക്കേഷൻ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം. പവർ കൺട്രോൾ, ചാനൽ അലോക്കേഷൻ, ഫ്രീക്വൻസി കോഡ് അലോക്കേഷൻ, ഇങ്ങനത്തെ ഒരു 5-6 പോയിന്റ് നിങ്ങൾ പഠിച്ച് വെക്കും. BTSനെ പറ്റി നേരത്തെ പറഞ്ഞു. എയർ ഇന്റർഫേസ്, എയറിലൂടെ മൊബൈൽ സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് BTS ആണ് അല്ലേ? ഇനി BSSന് 2 കോൺഫിഗറേഷൻ ഉണ്ട്. ഒന്ന് co-located. If BSC and BTS are in same place, then it is called co-located BSS. If BTS is in one place and BSC is in other place, it is called remote BTS. And then we have daisy chained BTS. There many BTS are connected to a single BSC. There the problem is transmission delay through the chain. Okay. അപ്പം BSS എന്ന് പറയുന്ന ഹെഡിങ്ങിൽ there are 2 elements, BSC and BTS. Okay. So BSC expansion for base station controller. Okay. Base station controller ന് expansion എന്ന് പറയുന്നത് it provide control for the BSS. Then operational information required by BTS will be received by a BSC. അല്ലേ? അത് എഴുതുക. അതിനുശേഷം എന്തൊക്കെയാണ് പർപ്പസ്? ഹാൻഡ് ഓഫ്, ലൊക്കേറ്റിംഗ്, പവർ കൺട്രോൾ എന്ന് പറയുന്ന പർപ്പസ് എഴുതുക. സോ ദെൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് BTS. സോ ഇറ്റ് ഈസ് എയറോ ഇന്റർഫേസ് കണക്ഷൻ ബിറ്റ്വീൻ BSC ആൻഡ് MS. ഓക്കെ, അത് നിങ്ങൾ പറയുക. അതിനുശേഷം ദർ ആർ 2 കോൺഫിഗറേഷൻ ഫോർ BSS. വൺ ഈസ് co-located BSS ആൻഡ് remote located BTS. ആൻഡ് ദർ ഇസ് വൺ മോർ കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് daisy chained BTS. ഈ ഡയഗ്രാം വേണമെങ്കിൽ വരച്ചു വെക്കും. അത്ര നിങ്ങൾക്ക് രണ്ടാമത്തെ ബ്ലോക്കിന്റെ കൂടെ എഴുതാൻ പറ്റില്ലേ? അതാരാ? ഹലോ, ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം. ഓക്കെ, ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ എങ്ങനെ എഴുതേണ്ടതെന്ന്? ഞാൻ പറയാം, ഈ PPTയിലുള്ള എല്ലാ കണ്ടന്റും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ആ നോട്ടിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം നോക്കിയാൽ മതി. നോട്ടിൽ വളരെ മിനിമൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ 10 മാർക്കിന് ചോദിച്ചാൽ ഇതിന്റെ ആർക്കിടെക്ചർ വരക്കാൻ തന്നെ 4 മാർക്ക് ഉണ്ടാവും. ബാക്കി 6 മാർക്കേ എക്സ്പ്ലനേഷൻ ഉള്ളൂ. അതിന് നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ ഇവിടെ പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ഉണ്ട്. Okay, in network switching subsystem, there are many blocks. The first one is MSC, that is main station controller. So it is there here. Okay, main station controller or mobile switching
service center. Okay, both are correct. Okay, main station controller or mobile switching mobile service switching center. Both are correct. Okay, main station controller എന്ന് പറഞ്ഞാലും correct ആണ്. Next one is home location register, then visitor location register, equipment identity register, authentication center. Okay, these 5 are very important. ഓക്കെ, ഈ രണ്ടെണ്ണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അറ്റ്ലീസ്റ്റ് ഈ 5 എങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, എന്തായിരുന്നു MSCയുടെ പർപ്പസ്? സോ നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്താണ് മനസ്സിലാവുക? കുറേ BSc MSc ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ BScനെ ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ വർക്ക്? MScയുടെ വർക്ക്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. MSc എന്ന് പറയുന്നത്, MSc is the heart of the system controlling the switching and billing. Okay, MSc can carry out different function depending upon the position in the network. ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, control data and voice call setup, inter BSS and inter MSc handovers, മൊബിലിറ്റി മാനേജ്മെന്റ്, ഡാറ്റാബേസ് മാനേജ്മെന്റ്. അപ്പം ഇതിന്റെ ഓവറോൾ, അതായത് ഹാർട്ട് എന്ന് പറയുന്നത് ഓവറോൾ ഫംഗ്ഷൻ ചെയ്യുന്നത് MSc ആണ്. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസ് പഠിക്കുക. അതേപോലെ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, അതായത് ഒരു സബ്സ്ക്രൈബറിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. അപ്പം ആ ഒരു രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും ആക്സസ് ചെയ്യേണ്ട ഡാറ്റ, അത് ഓൾറെഡി ഹോം ലൊക്കേഷൻ രജിസ്റ്ററിൽ ഉണ്ട്. ബട്ട് if you need to access it every time, then better to copy in some other location so that no need to get the complete data from home location register. അതായത് എപ്പോഴും ഹോം ലൊക്കേഷൻ രജിസ്റ്ററിൽ പോയി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹോം ലൊക്കേഷൻ രജിസ്റ്ററിൽ അത്രമാത്രം ഡാറ്റയുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ എങ്ങോട്ട് മാറ്റുന്നു? വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിലേക്ക് മാറ്റുന്നു. അതിനകത്ത് നിന്ന് എപ്പോഴും എമർജൻസി ആയിട്ടുള്ള ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്യുന്നു. ഇതിന്റെ പർപ്പസ് എന്താ? ദ ഫംഗ്ഷൻ എലിമിനേറ്റ് the need of excessive and time consuming reference to the home location database. എപ്പോഴും ഹോം ലൊക്കേഷൻ ഡാറ്റാബേസിലേക്ക് ആക്സസ് പോകണ്ട, അത് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. എല്ലാ ടൈമും അതിനകത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിന് ടെമ്പററി ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ പോലെയാണ് എന്താ പറയുന്നത്, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഇനിയുള്ളത് എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ ആണ്. എല്ലാ നമ്പറിനും IMEI നമ്പർ ഉണ്ട്. അപ്പം ചില നമ്പർ നമുക്ക് ചില ഡിവൈസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ക്ലിയർ ആവും. നമുക്ക് IMEI എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഫോണിനും ഓരോ IMEI നമ്പർ ഉണ്ടാവും. ഇപ്പം ടെററിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ഫോണിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ സെല്ല് ചെയ്ത് പോയ IMEI നമ്പർ ബാർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം മോഷ്ടിക്കപ്പെട്ട ഫോൺ നമ്പറുകൾ നമുക്കത് ഡിസേബിൾ ചെയ്ത് വെക്കണമെങ്കിൽ, ആ സിമ്മും വേണമെങ്കിൽ ആ മൊബൈൽ ഫോണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബാർ ചെയ്ത് വെക്കാൻ പറ്റും. അതൊക്കെയാണ് എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളല്ല ചെയ്യുക, എന്താ പറയുക, അവിടുത്തെ ഓഫീസ്. ഇപ്പം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതനുസരിച്ച് നെറ്റ്വർക്ക് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുക. അപ്പോൾ എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ അതാണ്. ഓരോ എക്വിപ്മെന്റിനും IMEI നമ്പർ ഉണ്ടാവും. അത് എനേബിൾ ചെയ്ത് കൊടുക്കും. IMEI നമ്പർ നമുക്ക് നമ്മുടെ ഫോണ് ട്രേസ് ചെയ്യാനല്ലേ അത് വെച്ചിട്ട്? ട്രേസ് ചെയ്യാൻ പറ്റും. ഏത് നിങ്ങളുടെ ഫോൺ എവിടെയാണുള്ളതെന്നും അതിലിപ്പോൾ ഏത് സിമ്മാണുള്ളതെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്മിൻ്റെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ സിമ്മ് വെച്ചിട്ട് നമുക്ക് IMEI നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെയാണ് ഇപ്പം എല്ലാ കേസിലും. ഇപ്പം നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക, ഒരു മൊബൈൽ എക്യുപ്മെൻറ്റ് ഇപ്പം ടെററിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു കുറേ ഫോൺസ് ടെററിസ്റ്റിനേക്ക് കൊണ്ടുപോയി, അപ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയാൻ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിയാൻ പറ്റും ആ IMEI നമ്പർ. അതുപോലെ തന്നെ അത് മോഷ്ടിച്ചു പോയി, എനിക്കറിയില്ല ഭാവിയിൽ ആരാ അത് യൂസ് ചെയ്യാം, അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ കുറേ ഇഷ്യൂവിന് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയും. IMEI നമ്പർ മൊബൈൽ എക്യുപ്മെൻറ്റിനും എന്താ പറയുക ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ. സിമിലർലി വൈറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളപ്പോലത്തെ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ അത് എന്താ പറയുക വാലിഡ് മൊബൈൽ എക്യുപ്മെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് അലൗഡ് ടു യൂസ് ദ നെറ്റ്വർക്ക്. അതിനെ എനേബിൾ ചെയ്യുക. ഇനി എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെയൊക്കെ ഉണ്ട് ഡൗട്ടിലൊക്കെ ഉള്ളത് ഫോൾട്ടി ലിസ്റ്റിലേക്ക് വരും. അതിന് ഗ്രേ ലിസ്റ്റ് എന്ന് പറയും. ഇതിനുശേഷമുള്ള ഓതൻറ്റിക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഓതൻറ്റിക്കേഷൻ ഫംഗ്ഷൻ ആണ് പറയുക.
So it is co-located with HLR and it will be required to continuously access and update the necessary system subscriber record. അല്ലേ? ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരാൾ നാളെ ബില്ല് പേ ചെയ്യുന്നില്ല അല്ലേ, അയാൾക്ക് കോളും ഡാറ്റയൊന്നും ഉപയോഗിക്കാൻ പറ്റരുത്. അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓതന്റിക്കേഷൻ സെന്റർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതൊക്കെയാണ് ഓതന്റിക്കേഷൻ സെന്ററിന്റെ വർക്ക്. നമ്മൾ സിം പ്രൂഫ് കഴിഞ്ഞിട്ട് അത് സെറ്റായി രജിസ്റ്റർ ചെയ്ത മുതൽ ആ സബ്സ്ക്രൈബർക്ക് എന്താ പറയുക നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ളത് കൊടുക്കുക. അയാൾ റീചാർജ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ബാലൻസും മറ്റു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെയാണ് ഓതന്റിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർ വർക്കിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മോഡം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ്. അത് നിങ്ങൾ എഴുതണം എന്ന് ഇല്ല, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണം ഞാൻ പറയുന്നില്ല. ഇനി അടുത്തത് ലാസ്റ്റത്തത് ഓപ്പറേഷൻസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം. അതിലാണ് നമ്മൾ കണ്ടത് ദർ ആർ 2 ടൈപ്സ്: നെറ്റ്വർക്ക് മാനേജ്മെന്റ് സെന്റർ, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സെന്റർ. സോ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ, നേരത്തെ പറഞ്ഞതുപോലെ BSCനെ കൺട്രോൾ ചെയ്യാൻ MSC ഉണ്ട്. ദെൻ MSCന്റെ കൂടെ HLR, VLR, EIR അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഓവറോൾ കൺട്രോൾ ചെയ്യാനുള്ളതാണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സെന്ററും ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സെന്ററും. ഓക്കെ, സോ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഓർ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സെന്റർ എന്ന് പറയുന്നത് അത് ഓരോ റീജിയണിന് ആണ് ഉണ്ടാവുക. ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സെന്റർ എന്ന് പറയുന്നത് ഓരോ റീജിയണിന് അത് പ്രൊവൈഡ് ചെയ്യും. അപ്പം ആ റീജിയണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത് മൊത്തത്തിൽ, അതായത് ഒരു കമ്പനിക്ക് ഒന്ന് ആ ഒരു രീതിയിലുള്ള അങ്ങനെയാണ് അത് വരിക. ഓക്കെ, റീജിയണലാണ്, മറ്റേത് ഗ്ലോബലാണ്. മൊത്തത്തിൽ ഒരെണ്ണം മാത്രമാണ് ഉണ്ടാവുക, സിംഗിൾ NMC പെർ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിന് സിംഗിൾ NMC. അതുപോലെ എന്താ പറയുക, ഒരു നെറ്റ്വർക്കിന് മൾട്ടിപ്പിൾ റീജിയൺ, ഇപ്പം സൗത്ത് റീജിയൻ അങ്ങനെയൊക്കെ റീജിയനാക്കി തിരിച്ചിട്ടാണ് OMC ഉണ്ടാവുക. മൊത്തത്തിൽ ആ കമ്പനിക്ക് ഒരു NMC ആണ് ഉണ്ടാവുക. ഓക്കെ, അത്രയാണ് നമ്മൾ പറയേണ്ടത്. നിങ്ങൾക്ക് നോക്കി മനസ്സിലായി, ഈ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഇതൊരു റീജിയൺ ആണ്. ദിസ് ഈസ് ഫസ്റ്റ് റീജിയൻ, ദിസ് ഈസ് സെക്കൻഡ് റീജിയൻ, ദിസ് ഈസ് തേർഡ് റീജിയൻ. സോ ഫോർ ഈച്ച് റീജിയൻ one OMCs are there. The entire OMC is controlled by NMC. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പം ഏതാണ്ട് ക്ലിയർ ആയോ ഈ GSMന്റെ ആർക്കിടെക്ചർ എങ്ങനെ വരുമെന്ന്? ഇത് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, സോ അത്രയുമാണ് നമുക്ക് മോഡ്യൂളിൽ ഉള്ളത്. ഈ ഒരു മോഡ്യൂൾ 6th മോഡ്യൂളിൽ നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ ഏതൊക്കെ പഠിപ്പിക്കാതെയൊക്കെ വിട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ഇവല്യൂഷൻ ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ടെലിഗ്രാഫി ടു 5G നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, എങ്ങനെയാ നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? അതിന്റെ ഫ്ലോ ഓർമ്മയുണ്ടോ? ആദ്യം എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയത്? മോർസ് കോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത് അല്ലേ? മോർസും ആൽഫ്രഡ് വീൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും കൂടി വയേർഡായിട്ട് മോർസ് കോഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങി അല്ലേ? പിന്നെ മോട്ടറോളയിലെ ഒരു സയന്റിസ്റ്റ് ഫസ്റ്റ് മൊബൈൽ എക്യുപ്മെന്റ് ഉണ്ടാക്കി അല്ലേ? നിപ്പോൺ ടെലിഗ്രാഫി ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ആദ്യത്തെ മൊബൈൽ ഫോൺ ഉണ്ടാക്കി. അതിനുശേഷം അതാണ് ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ ആയിട്ട് വരുന്നത് അല്ലേ? അതിൽ കോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡാറ്റയും മെസ്സേജിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത് അല്ലേ? സെക്കൻഡ് ജനറേഷൻ ആകുമ്പം GSM ടെക്നോളജി വന്നു, നമ്മളിപ്പോൾ പഠിച്ച ടെക്നോളജി. അതിൽ ഡാറ്റയും ഉണ്ടായിരുന്നു, മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. ഡാറ്റയുടെ സ്പീഡ് എന്ന് പറയുന്നത് 14.4 kbps to 64.4 kbps ആയിരുന്നു. 3G വരുമ്പോൾ മൾട്ടിമീഡിയ മെസ്സേജ് വന്നു, വീഡിയോ കോളിംഗ് വന്നു, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൂടുതൽ വന്നു. ഇതിൽ തന്നെ 2G തന്നെ 2.5 ഉണ്ട്, 2.75 ഉണ്ട്. അതായത് GSM ടെക്നോളജിയുടെ കൂടെ CDMA, പിന്നെ GSM മാറി എഡ്ജ് വന്നു, CDMA 2000 വന്നു. ഇതേപോലെ തന്നെ 3G വന്നപ്പോൾ 3Gയിൽ ഡാറ്റ റേറ്റിൻ്റെ സ്പീഡ് കൂടി,
3.5 വന്നു, 3.75G വന്നു, ലാസ്റ്റ് LTE വന്നു, ലോങ് ടേം ഇവല്യൂഷൻ അല്ലെ. അതിനു മുമ്പ് HSUPAയും HSDPAയും വന്നു. ലാസ്റ്റ് LTEന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് 4G വന്നത്. ഈ ഒരു സമയത്ത് വീഡിയോ കോളിങ്ങും മറ്റും കാര്യമായിട്ട് നടക്കാൻ തുടങ്ങി. നെറ്റ്വർക്ക്, മൊബൈൽ, മൾട്ടിമീഡിയ, മെസ്സേജ് ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. മൊബൈൽ ഫോൺ പോപ്പുലർ ആവുന്നത് 3Gയുടെ വരവോട് കൂടിയിട്ടാണ്. സ്മാർട്ട് ഫോൺ പോപ്പുലർ ആവുന്നത് 3Gയുടെ വരവോട് കൂടി. ദെൻ 4G ഒരേ ടൈമും ഡാറ്റയും കോളും മാനേജ് ചെയ്യാൻ പറ്റും. വോയിസ് ഓവർ ടെക്നോളജി ഒക്കെ വന്നത്, വോയിസ് ഓവർ LTE അല്ലേ, ലോങ് ടേം ഇവല്യൂഷൻ. അതായത് 3Gയിൽ നമ്മൾ പഠിച്ച LTEന്റെ കൂടെ വോയിസ് ഓവർ LTE കൂടെ വന്നതാണ് 4G. ഡാറ്റ റേറ്റ് കുത്തനെ കൂടി. 5G വന്നപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ വന്നു. അത്രയാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പഠിച്ചത്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഓർക്കുന്നില്ലേ? പിന്നീട് നമ്മൾ പഠിച്ചത് റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും, ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ടാവും. മോഡുലേഷൻ ചെയ്തിട്ടാണ്. എന്തിനാണ് മോഡുലേഷൻ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മോഡുലേഷൻ എന്തിനായിരുന്നു ചെയ്തത്? ഒന്നുകൂടെ പറയോ, എനിക്ക് കേട്ടില്ല. ആന്റിനേന്റെ സൈസ് കുറയ്ക്കാൻ. ആന്റിനേന്റെ സൈസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ലെങ്ത് കുറയ്ക്കാൻ. അതിന്റെ ഫോർമുല ഓർമ്മയുണ്ടോ? ലാംഡ ഈസ് ഈക്വൽ ടു C/F വെച്ചിട്ട് ചെയ്തു അല്ലെ. ഇനി ലെങ്ത് ഓഫ് ആന്റിന ഈസ് ഈക്വൽ ടു λ/2. അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? നമ്മുടെ സാധാരണ വോയിസ് 10 kHz ഫ്രീക്വൻസിയുള്ള വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ 15 കിലോമീറ്റർ ലെങ്ത് ഉള്ള ആന്റിന വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ മോഡുലേഷൻ ചെയ്തത് ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയാൽ ആന്റിനയുടെ ലെങ്ത് കുറക്കാമെന്ന് പറഞ്ഞു. വേറെയും കുറേ അഡ്വാൻറ്റേജസ്, കുറേ മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ഒരേ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിനുശേഷം മോഡുലേഷൻ്റെ 2 കാറ്റഗറി പഠിച്ചു, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണെന്നും അതിൻ്റെ വേവ് ഫോമും അതിൻ്റെ ഡെറിവേഷനും അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ച് താഴെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണ്, അതിൻ്റെ വേവ് ഫോം, അതിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു പവർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതും കൂടെ പഠിച്ച വലിയ വലിയ മോഡ്യൂളായി പോകും. അത് നമ്മൾ അത്ര ഡീപ്പായിട്ട് അതിനകത്തേക്ക് പോകുന്നില്ല. അഥവാ അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പവർ ഇൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ അത് ചെയ്യാനുണ്ട്. ഓക്കെ, ആ ഡെറിവേഷനിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. പിന്നെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നു ഇല്ല അത് വേണമെന്ന്. പക്ഷേ അത് ഏതോ ഒരു ടൈമിൽ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മാർക്ക് കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അത് ഇത്തവണ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ഒരാഴ്ച മുമ്പ് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. ഹെട്രോഡൈൻ റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് ആ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ളതെന്ന് ഓർമ്മയുണ്ടോ? റേഡിയോ ഫ്രീക്വൻസി സ്റ്റേജ് ഉണ്ട്, മിക്സർ ഉണ്ട്, IF ആംപ്ലിഫയർ, ഡിറ്റക്ടർ, ഓഡിയോ ആംപ്ലിഫയർ, ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ, ദെൻ ലൗഡ് സ്പീക്കർ. ഒരു ബ്ലോക്ക് വിട്ടുപോയി, ലോക്കൽ ഓസിലേറ്റർ. ലോക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? നിങ്ങൾ താഴെ എഴുതുന്ന ഒരു വേർഡ് ഉണ്ട്, എന്തായിരുന്നു? ഗ്യാങ്ഡ് ട്യൂണിങ്. ഇതിന്റെ ആ ഗ്യാങ്ഡ് ട്യൂണിംഗ് എന്നുള്ള ഡോട്ടഡ് ലൈൻസ് എവിടത്തേക്കൊക്കെ പോകണം? അതാണ് വളരെ ഇമ്പോർട്ടന്റ്. എവിടത്തേക്കൊക്കെ പോകണം? ലോക്കൽ ഓസിലേറ്ററിൽ പോകണം, മിക്സർ, RF സ്റ്റേജ്. ഓക്കെ, അവിടെയൊക്കെ പോകണം. ഇനി ഫ്രീക്വൻസി ബാൻഡ് യൂസ്ഡ് ഫോർ വേരിയസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ അത് ചോദിച്ചുകൂടാന്നില്ല. ഓരോ ഫ്രീക്വൻസി റേഞ്ചും, അതായത് 30 Hz മുതൽ നമ്മൾ തോന്നുന്നു 30 GHz വരെയുള്ള ഫ്രീക്വൻസി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് 4 or 5 ഒരു 5 പോയിന്റ്സ് അതിൻ്റെ അകത്തുള്ള പഠിക്കുക. ഒരു 5 ഫ്രീക്വൻസി റേഞ്ച് പഠിച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കുക. എല്ലാം പഠിക്കാൻ നിൽക്കണ്ട. 30 to 300 എന്നറിയാം, നമുക്ക് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. പിന്നെ FM-ൻ്റെ റേഞ്ച് പഠിക്കുക, TV ചാനലിൻ്റെ റേഞ്ച് പഠിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മറൈനിൽ അവർ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ് അത് പഠിച്ചു വെക്കും.
പിന്നീട് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൽ, ഫ്രീക്വൻസി റീയൂസ്, ഹാൻഡ് ഓഫ്. എന്തായിരുന്നു സെല്ലിനെ പറ്റി നമുക്ക് 5-6 പോയിന്റ്സ് എങ്ങനെയാ പറയാൻ പറ്റുക? എന്തൊക്കെയായിരുന്നു പറയാൻ പറ്റുക? ഹെക്സഗണൽ ഷേപ്പാണ്. അതല്ല ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ബേസിക് യൂണിറ്റ് ഓഫ് ബേസിക് ജിയോഗ്രഫിക് യൂണിറ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഹെക്സഗൺ ഷേപ്പ് ഉണ്ട്, ഹണി കോംബ് സ്ട്രക്ചർ ഉണ്ട് അല്ലേ? പിന്നെ ആ ഡയഗ്രാം വരക്കുക. എന്തായിരുന്നു ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? സെയിം നമ്പർ ഓഫ് cells that can have same frequency same. ഓക്കെ. അപ്പം അത് വെറുതെ സെന്റൻസ് എഴുതിയ പോരാ, ചെയ്യണം ആ ഡയഗ്രാം വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഡയഗ്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ 3 ക്ലസ്റ്റർ ഉള്ള ഡയഗ്രാം വരച്ചിട്ട് സെൽ 1, സെൽ 2, സെൽ 3 നമ്പർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫ്രീക്വൻസി റീയൂസിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ആ പേപ്പർ നോക്കുന്നയാൾക്ക് മനസ്സിലാവും അല്ലേ? പിന്നെ സെല്ലിനെ പറ്റി നിങ്ങൾ കുറച്ചും കൂടെ പോയിന്റ് പറയാനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഹെക്സഗൺ ഷേപ്പ് പോയത് എന്നുള്ളത് എങ്ങനെയാ പറയാ? മാക്സിമം കവറേജ് കിട്ടും, ഈക്വൽ ഡിസ്റ്റൻസ്. എല്ലാ ബേസ് സ്റ്റേഷനിലേക്കും ഏത് ബേസ് സ്റ്റേഷൻ എടുത്താലും മറ്റുള്ള ബേസ് സ്റ്റേഷനിലേക്ക് സെയിം ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതൊക്കെ നമ്മളെ അതേ ലാംഗ്വേജിൽ തന്നെ പറയണം. അതുപോലെ തന്നെ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്രാൻസ്ഫറിങ് ഓഫ് സിഗ്നൽ ഫ്രം വൺ സെൽ ടു അനദർ. ബേസ് സെൽ ഓർ ബേസ് സ്റ്റേഷൻ അല്ലേ? ബേസ് സ്റ്റേഷൻ ടു സെല്ല് എന്ന് പറയണ്ട. കാരണം എന്താ വെച്ചാൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് സെല്ല് അല്ലേ? ഒരു ബേസ് സ്റ്റേഷനിൽ വേറൊരു ബേസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? എത്ര ടൈപ്പ് ഹാൻഡ് ഓഫ് ഉണ്ട്? 2. ഏതൊക്കെയായിരുന്നു? സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആൻഡ് ഹാർഡ്. എന്തൊക്കെയാ ഡിഫറൻസ് എന്ന് ഓർമ്മയുണ്ടോ സോഫ്റ്റും ഹാർഡും തമ്മിൽ? ഒന്ന് കട്ടായി പോകും, കോള് കട്ടാവുന്നല്ല, അങ്ങനെയല്ല പറയേണ്ടത്. ആദ്യം ഒരു ബേസ് സ്റ്റേഷനിൽ ഡിസ്കണക്ട് ചെയ്യും, എന്നിട്ടാണ് അടുത്ത ബേസ് സ്റ്റേഷൻ ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഹാർഡ് ഹാൻഡ് ഓഫ് വർക്ക് ചെയ്യുക. സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറയുമ്പം ആദ്യം രണ്ടാമത്തെ ബേസ് സ്റ്റേഷൻ ആഡ് ചെയ്യും, എന്നിട്ടാണ് ഫസ്റ്റ് ബേസ് സ്റ്റേഷൻ കട്ട് ചെയ്യുക. ഓക്കെ, അത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി GSMന്റെ ബ്ലോക്ക് ഡയഗ്രം ഇന്ന് പഠിച്ചതിൽ നമ്മൾ എന്തൊക്കെയാണ് 4 ബേസിക് സബ് സിസ്റ്റംസ് ഓഫ് GSM ഏതൊക്കെയാ? മൊബൈൽ സ്റ്റേഷൻ, then base station subsystem, network station subsystem, operations and ഓക്കെ. അതിൻ്റെ അകത്ത് മൊബൈൽ സ്റ്റേഷനിൽ എന്തൊക്കെയാ വരിക? ഓക്കെ. BSSൽ എന്തൊക്കെയാ വരിക? BTSഉം BSC. ഓക്കെ. ഇനി NSS അല്ലെ? നെറ്റ്വർക്ക് എന്തൊക്കെയാ വരിക? MSC, HLR, VLR, MSCയും HLR, MSC, HLR, VLR, EIR, AUC. അതിൽ യു സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. AUC. പിന്നെ അത്ര അടിച്ചാൽ മതി. 2 കൂടെ ഉണ്ട്. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അല്ലേ? പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? OSS പഠിച്ചു അല്ലേ? OSSൽ എന്തൊക്കെയായിരുന്നത്? NMCയും OMCയും നമ്മൾ പഠിച്ചു അല്ലേ? അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് പൊതുവെ ചെറിയൊരു മോഡ്യൂളാണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 7 hours ഉള്ളതാണ്.
ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നു, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് AM ആൻഡ് FMൻ്റെ ഡെറിവേഷനാണ്. ഇതിൽ ഒരെണ്ണം എന്തായാലും എക്സാമിന് ചോദിക്കും. വിത്ത് ഫ്രീക്വൻസി സ്പെക്ട്രം ഡെറിവേഷൻ കഴിഞ്ഞിട്ട് അവിടെ പഠിക്കുന്നത് നിർത്തി കളയരുത്. ഹെട്രോഡൈൻ റിസീവറും അനദർ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൻറ്റിനയുടെ പ്രിൻസിപ്പിളും പറയാൻ മറന്നുപോയി, അതും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് സെല്ല് ഹാൻഡ് ഓഫ് ഫ്രീക്വൻസി റീയൂസ്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ അകത്തുനിന്ന് 2 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഈ സെക്കൻഡ് പാർട്ട്. ഹിസ്റ്ററി പൊതുവെ അങ്ങനെ ചോദിക്കലില്ല, പക്ഷേ ഇനി ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഒരാൾക്ക് ആ ടോപ്പിക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ അതും വരും. ഈ 2 പാർട്ടും മര്യാദക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിതിൽ ഫ്രീക്വൻസി ബാൻഡ് കഷ്ടപ്പെട്ട് പഠിക്കണമെന്നില്ല, ഞാൻ പറയുന്നത് എങ്ങനെയാണ്. അതിൽ ഒരു 5 എണ്ണം പഠിച്ചു വെക്കുക. 5 റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. ഒന്നാമത് നിങ്ങൾക്ക് 30 to 300 പവറാണ്. അങ്ങനെ ഉള്ള 5 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. അഥവാ ചോദിച്ചാലും എഴുതാനുള്ള രീതിയിൽ. ഡെറിവേഷൻ നല്ലോണം പഠിക്കുക, AMൻ്റെയും FMൻ്റെയും. ഹെട്രോഡൈൻ ബ്ലോക്ക് ഡയഗ്രാം വളരെ മസ്റ്റായിട്ട് പഠിക്കണം. സെല്ല് ഫ്രീക്വൻസി റീയൂസ് ഹാൻഡ് ഓഫ് അത് എന്തായാലും വരും. അതേപോലെ തന്നെ GSM വരും. GSM 10 മാർക്കിനാണ് ചോദിക്കുക, ഇതൊക്കെ ചെറിയ ചെറിയ മാർക്കിനാണ് ചോദിക്കുക. ക്ലിയർ അല്ലേ? യെസ് സർ. ഓക്കെ, ഇനി 5ാമത്തെ അവർ നമ്മൾ 3ാമത്തെ മോഡ്യൂളും കൂടി നമുക്കിനി ബാക്കിയുള്ളൂ. അതും കൂടെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ആരോ ഒരാൾ ആബ്സെൻ്റ് ആണെന്ന് തോന്നുന്നു. അഭിനന്ദ് NB അമർനാഥ് ആബ്സെൻ്റ് ആണ് അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് വന്ന കാര്യങ്ങളുണ്ടോ? അസൈൻമെന്റ് എഴുതി തുടങ്ങിയ? തുടങ്ങി. ആ